നമസ്കാരം. പ്രധാന വാർത്തകൾ. SFI സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് സമാപനം. പുതിയ സംസ്ഥാന ഭാരവാഹികളെ ഇന്നറിയാം. അടിക്കടിയുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും PM ആർഷോ മാറാനാണ് സാധ്യത. പ്രസിഡന്റ് K അനുശ്രീയെ സെക്രട്ടറിയാക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നുണ്ടെങ്കിലും CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ അനുശ്രീ ഉൾപ്പെട്ടതിനാൽ സാധ്യത കുറവാണ്. SFIയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി PS സഞ്ജീവ്, ആലപ്പുഴ ജില്ലാ സെക്രട്ടറി M ശിവപ്രസാദ് എന്നിവരെയാണ് സംസ്ഥാന നേതൃനിരയിലേക്ക് പരിഗണിക്കുന്നത്. വയനാട് പുനരധിവാസം. സർക്കാർ സ്ഥലം ഏറ്റെടുക്കുന്നു. എലിസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ലയങ്ങൾ ഒഴിയണമെന്ന നിർദ്ദേശം. പുനരധിവാസം നടക്കുന്നതിനാൽ ഒഴിയണമെന്നാവശ്യപ്പെട്ടാണ് തൊഴിലാളികൾക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളത്. 70 കുടുംബങ്ങളിൽ 15 കുടുംബങ്ങൾക്ക് മാത്രമാണ് നോട്ടീസ് നൽകിയതെന്നാണ് മാനേജ്മെന്റ് വിശദീകരണം. ഇവർ വീടുകൾ മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുത്തതിനാലാണ് നോട്ടീസ് നൽകിയത്. ഇവർ കമ്പനിയിൽ നിന്ന് വിരമിച്ചവരാണെന്നും മാനേജ്മെന്റ് പറയുന്നു. അനുവദിച്ച മുറികൾ 2 ദിവസത്തിനുള്ളിൽ തിരികെ നൽകണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കസ്റ്റംസ് ക്വാർട്ടേഴ്സിലെ കൂട്ടാത്മഹത്യ. പോസ്റ്റ്മോർട്ടം ഇന്ന്. കൊച്ചി കാക്കനാട് മരിച്ച നിലയിൽ കണ്ടെത്തിയ GST അഡീഷണൽ കമ്മീഷണറുടെയും കുടുംബത്തിന്റെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ജാർഖണ്ഡ് സ്വദേശികളായ മനീഷ് വിജയ്, സഹോദരി ശാലിനി വിജയ്, അമ്മ ശകുന്തള അഗർവാൾ എന്നിവരെയാണ് കസ്റ്റംസ് ക്വാർട്ടേഴ്സിനകത്തെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് സമീപത്തു നിന്നും ഹിന്ദിയിൽ എഴുതിയ കുറിപ്പും കണ്ടെത്തി. ശാലിനി വിജയുടെ സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോപണങ്ങളും കേസുമാണ് കൂട്ട ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് സൂചന. മലപ്പുറം കൽപ്പകഞ്ചേരിയിൽ അമ്മയെ മകൻ വെട്ടിക്കൊന്നു. മാനസിക വെല്ലുവിളി നേരിടുന്ന മകൻ കസ്റ്റഡിയിൽ. ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് സംഭവം. വീട്ടിൽ 3 പേരാണ് താമസിക്കുന്നത്. 62 വയസ്സുള്ള ആമിന, ഭർത്താവ്, മകൻ എന്നിവരാണ് വീട്ടിലുള്ളത്. ഭർത്താവ് ഇറച്ചിക്കടയുമായി ബന്ധപ്പെട്ട ജോലിയാണ്. ഭർത്താവ് രാവിലെ ജോലിക്ക് പോയിരുന്നു. അതിനുശേഷം അമ്മയും മകനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഈ സമയത്ത് മകൻ അമ്മയോട് ഒരു സാധനം എടുത്തു കൊടുക്കാൻ പറയുകയും അത് കൊടുക്കാത്തതിലുള്ള ദേഷ്യത്തിൽ അടുക്കളയിൽ നിൽക്കുകയായിരുന്ന ആമിനയുടെ പിറകുവശത്തിലൂടെ എത്തി കത്തി ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. മുസ്ലിം വിരുദ്ധ പരാമർശം. PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത്. ഈരാറ്റുപേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ചയാണ് വാദം പൂർത്തിയായത്. PC ജോർജ് നിരന്തരം ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്നതിനാൽ മുൻകൂർ ജാമ്യം നൽകില്ല എന്നാണ് സിംഗിൾ ബെഞ്ച് സ്വീകരിച്ച നിലപാട്. അല്ലെങ്കിൽ കീഴടങ്ങാൻ നിർദ്ദേശം നൽകുമെന്നും ഹൈക്കോടതി വാക്കാൽ വ്യക്തമാക്കിയിരുന്നു. PC ജോർജ് മുമ്പും മതവിദ്വേഷം വളർത്തുന്ന കുറ്റം ചെയ്തിട്ടുണ്ടെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം.